ഈ അടുത്ത ദിവസമാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഷിറ്റ് കോഴിയെണ്ണൻ ഒരു പച്ച നുണയങ്ങ് കാച്ചിയത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളം 25% തുക കൊടുത്തു എന്നുള്ളത് വെറും നുണയാണെന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്നായിരുന്നു ഷിറ്റ് കോഴിയെണ്ണന്റെ തള്ളൽ. തൃശ്ശൂരിലെ പാവപ്പെട്ട സംഘികളെയെല്ലാം വിളിച്ചു കൂട്ടിയതിനു ശേഷം അവരോടാണ് ഈ ഗീർവാണം നടത്തിയത്. കേരളത്തിൽ മാത്രമാണ് 1 കിലോമീറ്റർ നാഷണൽ ഹൈവേ വികസനത്തിന്, അതിപ്പം 47-നായാലും 66-നായാലും നമുക്ക് പുതിയ വീതി കൂടിയ 4 വരി പാതയോ 6 വരി പാതയോ വരുന്നതിന് കേരളത്തിൽ മാത്രമാണ് 1 കിലോമീറ്ററിന് 100 കോടിയാവുന്നത്. 100 കോടിയാണ് ചിലവാക്കുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ പണം, അതിലെ പങ്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. മുമ്പോട്ട് കൊടുക്കുമോ അതും അന്വേഷിക്കും. അപ്പോൾ പാലിയേക്കര ടോൾ 25 വർഷത്തേക്കാണ് പ്ലാൻ ചെയ്തതെങ്കിൽ ഈ കാശ് മുഴുവൻ പിരിച്ചെടുക്കുന്നതിന് ചിലപ്പോൾ 50-100 വർഷത്തേക്ക് നീട്ടിയിരിക്കും. സ്ഥലം ഓൾറെഡി അക്രമ വിലക്കാണ് സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറ്റം പറയാനൊക്കത്തില്ല. സ്ഥലം നമുക്ക് വിട്ടുകിട്ടുന്നുണ്ടല്ലോ. അത് ഇപ്പൊ വാങ്ങിയില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി വിലയാകും. അതുകൊണ്ട് ചോദിച്ച കാശ് കൂടുതൽ കൊടുത്താണ് സർക്കാർ ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളം സ്ഥലം എടുത്ത് കൊടുക്കുന്നില്ല. കേട്ടില്ലേ? നിങ്ങൾ പോയി അന്വേഷിക്കൂ. പാവപ്പെട്ടവർക്ക് പോയി അന്വേഷിക്കാൻ ഒരു നിർവാഹവും ഇല്ലാന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ട് എന്ത് പച്ച നുണയും പറയാലോ. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. 5500 കോടി രൂപ കൊടുത്ത് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയപാത ഈ നാട്ടിൽ ഇത്ര വേഗതയിൽ വരുന്നത്. അതിനെ സംബന്ധിച്ച് തുറന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഷിറ്റ് കോഴിയെണ്ണന്റെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മൂന്നാറിലെ ദേശീയപാതയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ വാചകം ഷിറ്റ് കോഴിയെണ്ണന്റെ കരണം പുകയ്ക്കുന്ന ഒരു മറുപടിയും കൂടിയാണ്. I am really happy that the way in which particularly the Chief Minister of Kerala and the Kerala government is giving us the cooperation from the state government for as per the land acquisition is a big problem. And that the reason that somewhere the cost is coming 50 crore rupees per kilometer. We have already an understanding with the Kerala government. Somewhere 25% of the cost they are bearing for that from the state government. And some of the concession when we request them, they have already agreed for that. I'm confident that with the cooperation of the Kerala government, we will be in position to make these good roads. കേട്ടില്ലേ? വസ്തുത ഇതാണെന്നിരിക്കെയാണ് നേട്ടങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരോട് നാട് നീളെ നടന്ന് നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കള്ളം പറയുക എന്ന് പറഞ്ഞാൽ മാന്യതയ്ക്ക് ചേരാത്ത പ്രവർത്തനമാണെന്ന് ഒരു പൊതുവിലയിരുത്തലുണ്ട്. പക്ഷേ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് ഈ നാട്ടിലെ സംഘികളെന്ന് ഷിറ്റ് കോഴിയെണ്ണൻ പിന്നെയും തെളിയിക്കുകയാണ്. പച്ച നുണകൾ പറയുക, വസ്തുതയുമായി പുലബന്ധമില്ലാതെ ചെയ്ത കാര്യത്തെ അല്ലാതെ നേട്ടങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന തന്ത്രം. പക്ഷേ ഈ നാട്ടിലെ സർക്കാർ അവർ ചെയ്യുന്നതേ പറയാറുള്ളൂ, പറയുന്നതേ ചെയ്യാറുള്ളൂ. ആ ചെയ്ത കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്ത് തരം അന്തസ്സില്ലായ്മയെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആരോട് പറയാൻ? എന്നിരുന്നാലും സത്യം ജനം അറിഞ്ഞിരിക്കണം. നിതിൻ ഗഡ്കരി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. 25% പണം, അതായത് ദേശീയപാതയ്ക്ക് വേണ്ടി 5500 കോടി ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് സർക്കാർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഷിറ്റ് കോഴിയെണ്ണനും സംഘവും പലതരത്തിലുള്ള നുണ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത്. പക്ഷേ സത്യം എത്ര മറച്ചു പിടിച്ചാലും നിതിൻ ഗഡ്കരി എന്ന കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ രൂപത്തിൽ കുറച്ച് വൈകിയായിരുന്നാലും പൂർണ്ണ ശോഭയിൽ ഉദിച്ചുയരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.